എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാനും അൺബോക്സ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും പോകുന്നത് മാനോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ലാവലിയർ മൈക്രോഫോൺ ആണ്. നമുക്ക് ലാവലിയർ മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ബോയ M1 ആണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും ബോയ M1 തന്നെയാണ്. അപ്പം ഈ ഒരു കമ്പനിക്കാർ പറഞ്ഞത് ബോയ M1 പിടിക്കാൻ പറ്റിയ ഒരു കിഡിലൻ മൈക്കാണ് അവരിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞ് എനിക്ക് ഒരെണ്ണം അയച്ചു തന്നതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ ഒരു ബോക്സിനുള്ള എന്തൊക്കെയാണ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് വരുന്ന സൗണ്ടും എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം. വളരെ മികച്ചൊരു പാക്കിങ്ങിലാണ് നമുക്ക് മൈക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന് റിവ്യൂ ചെയ്യേണ്ടത്. അതായത് ഞാനിതിൽ ജസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കുന്നു, അതിനുശേഷം ഒന്ന് ഈ ഒരു മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് സൗണ്ടും കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് ബോയയുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മൾ ബോയയിലും അതുപോലെ തന്നെ ഈ രണ്ട് മൈക്കിലുമാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിന് പുറകിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിൽ ഇതിൻ്റെ വില കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ബോക്സിൽ വില 2000 രൂപയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ 1000 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബോക്സിനുള്ളിൽ ഉണ്ടെന്ന് ഇവർ പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോക്സും തുറന്ന് ഇതൊന്ന് എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇതിനു മുമ്പ് നമ്മൾ ബോയ യൂസ് ചെയ്യുന്നതാണ്. ബോയ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ്. ബോക്സ് ഓപ്പൺ ചെയ്തപ്പം വളരെ വൃത്തിയായിട്ട് ഓരോ കാര്യങ്ങളും അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് ഓരോ പ്രൊഡക്റ്റുകളായിട്ടൊന്ന് എടുക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സിൽക്കാ ജെല്ലിൻ്റെ ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം അത് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മൈക്ക്, അതുപോലെ തന്നെ ഒരു ബാറ്ററി, ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ വലിയൊരു എന്താ പറയുക അഡാപ്റ്റർ പോലത്തെ വലിയൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ വേറൊരു സ്പോഞ്ച് കൂടിയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരി ചെയ്യാനുള്ളൊരു ബാഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു യൂസർ ഗൈഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 ഇയർ ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് വാറണ്ടി വരുന്നത്. അപ്പം ഈ ഒരു സ്പോഞ്ച് എനിക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നി. അതായത് നമ്മുടെ ബോയയുടെ മൈക്കിൽ കാണാൻ സാധിക്കില്ലാത്തൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മൈക്കാണ്. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്കിതിൻ്റെ സൗണ്ട് ടെസ്റ്റ് നടത്തി നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എല്ലാം എടുത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 മൈക്കും ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ബോയയുടെ മൈക്ക് ഉപയോഗിച്ചുള്ള സൗണ്ടാണ്. അപ്പോൾ ഈ ഒരു പുതിയ മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെങ്ത്ത് ബോയനൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് തോന്നി. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 2 ബാറ്ററി അവർ നമ്മുടെ കേസിൽ തന്നെ തരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഈ ഒരു സ്പോഞ്ചിൻ്റെ സാധനവും എക്സ്ട്രാ അവർ തരുന്നുണ്ട്. അതായത് ബോയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയതാണ്. ലെങ്ത്ത് കുറച്ചും കൂടെ ബോയനൊക്കെ കൂടുതൽ നമുക്ക് ഇതിൻ്റെ വയറിനാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കാര്യം തോന്നിയത് ഇതിൻ്റെ വയറ് ബോയയുടെ അത്രയും ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, രണ്ടും ഓക്കെയാണ്. അപ്പം ക്വാളിറ്റി കുറച്ച് കൂടുതൽ ബോയയുടെ മൈക്കിലാണെന്ന് തോന്നി. ഇനി അപ്പം സൗണ്ട് നിങ്ങൾ ബോയയുടെ കേട്ടല്ലോ. ഇനി നമുക്ക് നമ്മുടെ പുതിയ മൈക്കൊന്ന് കണക്ട് ചെയ്തതിന് ശേഷം സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ മൈക്കിൽ നിന്നുള്ള ശബ്ദമാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയേണ്ടത് ശരിക്കും ഞാനല്ല, നിങ്ങളാണ്. അതായത് ആദ്യം കേട്ട ബോയനേക്കാൾ നല്ലതാണോ ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്ന് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ബോയയുടെ മൈക്കുമായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു മൈക്ക് തന്നെയാണ് ഈ ഒരു എന്താ പറയുക പ്രൊഡക്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇനി സൗണ്ടിൻ്റെ കാര്യം നിങ്ങൾ തന്നെ പറയണം. അപ്പം ഇതുവരെയുള്ള വീഡിയോകളിൽ നിങ്ങൾ കേട്ടത് ബോയയിൽ നിന്ന് വരുന്ന ശബ്ദമാണെങ്കിൽ ഇനി മുതൽ ഇടയ്ക്ക് നമ്മുടെ ഈ ഒരു പുതിയ മൈക്കും നമ്മുടെ ചാനലിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാണ് നല്ലൊരു പ്രൊഡക്റ്റ് എന്ന്. ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം 1000 രൂപയാണ് വില വരുന്നത്. ബോയയുടെ പ്രൊഡക്റ്റിന് ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ചിങ് കൊണ്ടാണോ വില കുറഞ്ഞതെന്നറിയില്ല. ബോയയുടെ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ 800 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം എനിവേ ഇതിൽ രണ്ടിലും ഏത് പ്രൊഡക്റ്റിനെയാണ് ഏറ്റവും നല്ല സൗണ്ട് എന്ന് നിങ്ങൾ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളൊരു മൈക്ക് മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ നോക്കി എല്ലാവരുടെയും അഭിപ്രായം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്തു, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ ആ ബോക്സിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയപ്പം ചില കാര്യങ്ങളൊക്കെ ബോയയുടെ മൈക്കിൻ്റെ കൂടെ കിട്ടുന്നതിനൊക്കെ കൂടുതൽ ഇതിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നിങ്ങളോട് രേഖപ്പെടുത്തുക. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു കിടിലൻ വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.